പെട്ടെന്നല്ല ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഓണമൊക്കെ അടുത്തെത്തിയില്ലേ. അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്താൽ അപ്പോൾ ഞങ്ങൾ ഇതേ ഓണക്കോടി എടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ഇടയ്ക്ക് ഞങ്ങൾ സ്ഥിരം ഡ്രസ്സ് എടുക്കുന്നത് സീമാസിന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങളത് ചേഞ്ചാക്കി സൂര്യന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് പട്ടുപാവാട എടുക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഞാൻ മെയിനായിട്ട് പോയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് പട്ടുപാവാട എടുക്കണമെന്ന്. പട്ടുപാവാട ഞാൻ വിചാരിച്ച പോലെ സെറ്റായില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ സൈസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സൈസ് കൂടുതലായിരിക്കും. ഇനി സൈസ് എങ്ങാനും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കാണാനും രസമില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പട്ടുപാവാട എന്നുള്ളൊരു ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഉടുപ്പ് വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. കുഞ്ഞുമക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലേ നമുക്ക് തന്നെ ആ കൺഫ്യൂഷൻ ആവില്ല ഏതെടുക്കണമെന്ന്. കാരണം പലതരത്തിലുള്ള വെറൈറ്റീസാണ്. ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് എൻ്റെ തന്നെ കിളി പോയിട്ടാ. എൻ്റെ കുഞ്ഞിന് ഡ്രസ്സ് ഏകദേശം തീരുമാനമായപ്പോൾ ഞങ്ങൾ ഇതേ മറ്റ് സെക്ഷനിലോട്ടൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. ഈ ഒരു ലെഹങ്കയുടെ സെക്ഷൻ കണ്ടപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. വീട്ടിൽ രണ്ടെണ്ണം ഇതുപോലെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ മനസ്സമ്മതത്തിൻ്റെ, ഒന്ന് മനസ്സമ്മതത്തിൻ്റെ തലേദിവസം. എന്തിനാ അതൊക്കെ ഇപ്പോൾ വെറുതെ വെച്ചേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അമ്മയ്ക്കും പപ്പയ്ക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് സൂര്യന്ന് എടുത്തിട്ട് ബാക്കി എൻ്റെ പപ്പയ്ക്കും അനിയനുള്ള ഡ്രസ്സ് വേറെ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. കാരണം സൂര്യയിൽ ഷർട്ടിൻ്റെ സെക്ഷനിൽ എനിക്ക് വലിയ സെലക്ഷൻ തോന്നിയില്ല. കുഞ്ഞിനാണെങ്കിലേ ഈ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് ചേട്ടാന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ നടക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളിതേ 2 ലൈമും പപ്സൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഈ ഒരു ഷർട്ടായിരുന്നു കേട്ടോ റിച്ചുവേൻ്റെ പപ്പയ്ക്ക് എടുത്തത്. അതിന് മാച്ചായ മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മമ്മിക്ക് വാങ്ങിയ ചുരിദാർ മെറ്റീരിയലായിരുന്നു. അമ്മയുടെയും പപ്പയുടെയും ഒക്കെ ഡ്രസ്സ് ഞാൻ അവിടെ വീട്ടിൽ കൊടുത്തിട്ട് പോന്നു. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്ക് റിച്ചുവേൻ എടുത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത മാസം ഡ്രസ്സ് എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റിച്ചുവേൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം ഓണക്കോടി ഇല്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ഉടുപ്പ്. എങ്ങനെയുണ്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ്? എല്ലാവർക്കും ഇഷ്ടമായോ? പാകാവോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. എന്തായാലും നാളെ ഇടിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പർച്ചേസിൻ്റെ ക്ഷീണം ഇതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു.